ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ശ്രീരാമ ഭഗവാൻ സുഗ്രീവനോട് പറഞ്ഞു, കപീന്ദ്രനായ സുഗ്രീവ, ധർമ്മത്തെയും അർത്ഥത്തെയും വേർതിരിച്ച് ഭജിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ രാജാവ്. ധർമ്മവും അർത്ഥവും ഉപേക്ഷിച്ച് കാമഭോഗങ്ങളിൽ മുഴങ്ങിയവൻ മരക്കൊമ്പിൽ കിടന്ന് ഉറങ്ങുന്നവനെ പോലെയാണ്. താഴത്തേക്ക് വീണാൽ മാത്രമേ അവൻ ഉണരൂ. ശത്രുവിനാശത്തിനൊരുങ്ങിയവൻ, ഉത്തമ മിത്ര സമ്പാദനത്തിന് ഒരുങ്ങിയവൻ, ത്രിവർഗ ഫലങ്ങളെ ആസ്വദിക്കുന്നവൻ ധർമ്മയുക്തനായ രാജാവായി തീരും. വീരനായ ശത്രുഞ്ജയ, നമുക്ക് ഒരുങ്ങുവാനുള്ള കാലം വന്നു ചേർന്നിരിക്കുന്നു. ശ്രേഷ്ഠ മന്ത്രിമാരുമായി കാര്യങ്ങളെല്ലാം ആലോചിക്കൂ. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട ഹരീശ്വരൻ സവിനയം, പ്രഭോ, പോയ ഐശ്വര്യവും സൽപ്പേരും ഈ കപിരാജ്യവും അവിടുത്തെയും അനുജൻ്റെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് സിദ്ധിച്ചത്. പ്രത്യുപകാരം ചെയ്യാത്തവൻ പുരുഷാതമനല്ലേ? ശത്രുസൂദന, ഈ വാനര മുഖ്യന്മാർ ഈ ഭൂമിയിൽ ബാലി സൈന്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പോയി വിളിച്ചിരിക്കുന്നു. മഹാത്മാവായ കാകുൽസ്ഥ മഹാരണ്യങ്ങളെയും ദുർഗമങ്ങളായ കൊടുങ്കാടുകളെയും നല്ല പോലെ അറിയുന്നവരും ഘോരാകൃതിയുള്ളവരും എന്നാൽ കാമരൂപികളും ഗോപുച്ഛ വാനരന്മാരും ദേവഗന്ധർവ പുത്രന്മാരുമായ അവർ അവരവരുടെ സൈന്യങ്ങളുമൊത്ത് വരുന്നുണ്ട്. ഹേ പരന്തപ, ചിലർക്ക് 100,000 കോടി, മറ്റു ചിലർക്ക് 100 അബ്ദം, മദ്യം, അന്തം, സമുദ്രം, പാരാർത്ഥം, ഇങ്ങനെ പടകളുള്ളവർ എത്തിച്ചേരാറായി. മഹാരാജാവേ, വിന്ധ്യമേരു നിവാസികളും മന്ദരമേരു തുല്യ ശരീരമുള്ളവരും ഇന്ദ്രനെ പോലെ പരാക്രമികളുമായ വാനരന്മാർ ഇതാ അവിടുത്തെ തിരുമുമ്പിൽ ഉടനെ എത്താറായി. വംശത്തോടുകൂടി രാവണനെ പോരിൽ നശിപ്പിച്ച് സീതാദേവിയെ കൊണ്ടുപോരുവാൻ വെള്ളത്തിലോ കരയിലോ എവിടെയായാലും അവിടുത്തെ അനുഗമിച്ച് ഇവരെല്ലാം ഉണ്ട്. രാജാജ്ഞയിൽ നിന്ന് അണുവെങ്കിലും വ്യതിചലിക്കാത്ത വാനരന്മാരെയും അത്തരം കൽപ്പന കൊടുക്കുവാൻ കേൾപ്പുള്ള സുഗ്രീവനെയും ബുദ്ധിമാനായ ശ്രീരാമസ്വാമി കണ്ടു. ചെയ്ത ഏർപ്പാടുകൾ മനസ്സിലായി. നീലോൽപല സദൃശലോചനങ്ങൾ സന്തോഷത്താൽ വികസിച്ചു. സുഗ്രീവാജ്ഞ അതിൻ്റെ തീക്ഷ്ണത തികച്ചും അറിവുള്ള രഘുപതി സുഹൃത്തിനെ വീണ്ടും ആലിംഗനം ചെയ്തു. ധർമ്മസ്വരൂപിയായ ദേവൻ, സുഗ്രീവ, വേണ്ട കാലത്ത് ഇന്ദ്രൻ മഴ പെയ്യിക്കും. സഹസ്രകിരണനായ ഭാസ്കരൻ ഇരുട്ടകറ്റും. ചന്ദ്രാംശുക്കൾ പാലിൽ പാലുളി പരത്തും. ഇതിലൊന്നും അത്ഭുതത്തിന് അവകാശമില്ല. അങ്ങയെപ്പോലെയുള്ളവർ ഒരു മിത്രത്തിന് ഉപകാരം ചെയ്യുന്നതിൽ അതിശയപ്പെടാനുണ്ടോ? അങ്ങയെ സംബന്ധിച്ച് എല്ലാം എനിക്കറിയാം. പ്രിയഭാഷിയായ അങ്ങ് സഹായിച്ചാൽ ശത്രുക്കളെ മുഴുവൻ ഞാൻ യുദ്ധത്തിൽ നിഗ്രഹിക്കും. എൻ്റെ മിത്രവും ചങ്ങാതിയുമായ അങ്ങയുടെ സഹായം എപ്പോഴും ആവശ്യമുണ്ട്. ശചീദേവിയെ അനുഹ്ലാദൻ അഹങ്കാരത്തോടെ അപഹരിച്ചതുപോലെ രാവണൻ അവനീന്ദ്രാത്മജയെ കട്ടത് അവൻ്റെ ആത്മനാശത്തിനു വേണ്ടിയായി തീർന്നു. മതത്തോടെ അടരിന് ആഗതനായ പൗലോമി പിതാവിനെ ദേവേന്ദ്രൻ എന്ന പോലെ ദശഗ്രീവനെ കൂരമ്പുകൾ കൊണ്ട് താമസമന്യേ ഞാൻ വധിക്കും. നരേന്ദ്ര വാനരേന്ദ്രന്മാർ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ സൂര്യരശ്മികളെ ആകെ മറയത്തക്ക ഒരു പൊടിപടലം ദൂരത്തിൽ ഉയർന്നു കണ്ടു. ചണ്ഡരശ്മികളെ മറയ്ക്കുക മാത്രമല്ല, ദിക്കുകളെ മുഴുവൻ ആ ധൂളി സഞ്ചയം കലക്കി. പ്രസ്രവണ ശൈലവും മഹാരണ്യവും ചുറ്റുമുള്ള സ്ഥലങ്ങളും കൂടി ഒന്ന് ചലിച്ചു. മാമല തുല്യ ശരീരത്തോടു കൂടിയ എണ്ണിയാൽ കഴിയാത്ത സംഖ്യയുള്ള വാനരവീരന്മാർ, ദംഷ്ട്രാന്യുതരായ കരുത്തന്മാർ അല്പനിമിഷത്തിനുള്ളിൽ ചുറ്റും നിറഞ്ഞു. കണ്ണിമയ്ക്കുന്ന സമയത്തിനുള്ളിൽ 100 കോടി സൈന്യങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. വൻ മലകളിലുള്ളവർ, നദീതീരത്തിലുള്ളവർ, സാഗരതടത്തിൽ അധിവസിക്കുന്നവർ, ഇങ്ങനെയുള്ളവരാണ് കാമരൂപികളായ ആ കവികൾ. ഇടിനാദം പോലെയുള്ള ശബ്ദം ആ വനചാരികളിൽ. ബാലാദിത്യ ചെങ്കതിരിൻ്റെ ചന്ദ്ര തുല്യവൻ രശ്മിയുടെ നിറമാർന്നവരും താമര അല്ലി വർണ്ണമുള്ളവരും ഉണ്ട്. മഹാമേര നിവാസികൾ വെളുത്തവരായ കരുത്തരാണ്. മഹാവീരനായ ശതബലി എന്ന വാനര സേനാനായകൻ്റെ 10,000 കോടി സൈന്യങ്ങളാണവർ. അത്യുജ്വല കാന്തി എഴുന്ന ശതബലി സേനാമധ്യത്തിൽ പ്രശോഭിച്ചു. തുടർന്ന് എത്തിയത് താരയുടെ പിതാവായിരുന്നു. സുവർണ മാമലയ്ക്കൊത്ത ആ കപീന്ദ്രൻ സുഗ്രീവ ശ്വശൂരൻ അനേകായിരം കോടി ഹരികളുമൊത്ത് പ്രഭു സമീപത്തിൽ വന്നു ചേർന്നു. ഉദയസൂര്യ തുല്യവദനനും താമരപ്പൂവല്ലി നിറം ഒത്തവനും സർവവാനര സത്തമനും മഹാബുദ്ധിമാനുമായ കേസരി ശ്രീ ഹനുമാന്റെ പിതാവ് അനേകം ആയിരക്കണക്കിലുള്ള ശക്തരായ പടകളുമൊത്ത് പെട്ടെന്ന് പ്രത്യക്ഷമായി അണിനിരന്നു. ഭീമവിക്രനായ ഗവാക്ഷൻ, ഗോപുച്ഛ വാനര രാജാവ്, 1000 കോടി കവികളുമൊത്ത് കാണായി. ശത്രുക്കളെ
മൂച്ചൂടും മുടിക്കുന്ന വല്ലാത്ത ശക്തനായ ധൂമ്രൻ പരാക്രമികളായ 2000 കോടി ഹരികളാൽ ആവൃതനായി അവിടെ എത്തി. അതിബലവാന്മാരായ 3 കോടി സൈന്യങ്ങളോട് കൂടിയവനും അത്ഭുത വീര്യവാനുമായ സേനാപതി പനസൻ ഒപ്പം എത്തിച്ചേർന്നു. പെരുംകൂറ്റനായ നീലൻ അഞ്ജന പർവ്വതാകാരത്തോടുകൂടി 10 കോടി പടയുമായാണ് എത്തിയത്. 5 കോടി ആൾക്കാരും ഒന്നിച്ച് വീരവീരനായ ഗവയൻ സുവർണ മാമലയ്ക്കൊപ്പം വന്നുചേർന്നു. 1000 കോടി സൈന്യങ്ങൾ ഒന്നിച്ചാണ് സേനാപതി ധരീമുഖൻ സുഗ്രീവ സന്നിധിയിൽ എത്തിയത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.